Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, miss. Morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത്? മെഡിക്കൽ റെക്കോർഡ്സ് ആയിരുന്നു. ഫിസിഷ്യൻ ഓർഡർ വരെയല്ലേ? ഓക്കെ, അത് കംപ്ലീറ്റ് ആയില്ലേ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇനി പ്രോഗ്രസ് നോട്ട് തുടങ്ങിയാണ് കേട്ടോ പറയുന്നത്. അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ടോ? അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ലേ? റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അത് വായിച്ച് നോക്കുക കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രസ് നോട്ട്, ഫിസിഷ്യൻ ഓർഡർ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതായിരുന്നു. ഇനി പ്രോഗ്രസ് നോട്ട് തുടങ്ങിയാണ്. പ്രോഗ്രസ് നോട്ട് തുടങ്ങി. പ്രോഗ്രസ് നോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പുരോഗതി അല്ലെ? അവരുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രോഗ്രസ് നോട്ടിൽ നമ്മൾ രേഖപ്പെടുത്തുക. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനസ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്. എന്താ പേഷ്യൻസിന്, ആ രോഗിയുടെ ആ ഒരു അസുഖം വരാനുള്ള അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ ആ ഒരു രോഗത്തിന്റെ കാരണം എന്താണ്, അതുപോലെ തന്നെ അവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്, ആൻഡ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് സമയത്തെ അവരുടെ ആ ഒരു അവസ്ഥ എന്താണ്, മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളാണ് ഈ ഒരു പ്രോഗ്രസ് നോട്ടിൽ നമ്മൾ റിപ്പോർട്ടുകളാണ് നമ്മൾ രേഖപ്പെടുത്തുക. The attending physician is responsible for the completion of progress note. ഈ ഒരു പ്രോഗ്രസ് നോട്ട് അല്ലെങ്കിൽ ഈ പുരോഗതി കുറിപ്പ് പൂർത്തിയാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ് ഇത് ചെയ്യേണ്ടത്. It consists of an admission note. ഇതിലൊരു അഡ്മിഷൻ നോട്ട് ഉണ്ടായിരിക്കും, ഒരു ഫോളോ അപ്പ് നോട്ട് ഉണ്ടായിരിക്കും, ഒരു ഫൈനൽ നോട്ട് ഉണ്ടായിരിക്കും. അഡ്മിഷൻ നോട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? Consist of the general condition of the patient at the time of admission. അല്ലെ, അഡ്മിഷൻ എടുത്ത സമയത്തെ പൊതുവായിട്ടുള്ള അവരുടെ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എന്താണ്, അവരുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി എന്താണ്, എന്തെങ്കിലും ഫിസിക്കൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ശാരീരിക പരിശോധന നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അഡ്മിഷൻ നോട്ടിലായിരിക്കും ഉണ്ടാവാം. ഇനി ഫോളോ അപ്പ് നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ, നമ്മള് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, ആ ട്രീറ്റ്മെന്റുകൾക്ക് അനുസരിച്ച് അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഫോളോ അപ്പ് നോട്ടുകളിൽ ഉണ്ടാവാം. ഇനി ഫൈനൽ നോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിസ്ചാർജ് സമയത്ത് അല്ലെ, ഡിസ്ചാർജ് സമയത്ത് ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, മുതലായ കാര്യങ്ങളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? Progress note include all treatment provided and patient response to each. അപ്പൊ പേഷ്യൻസിന് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട ഓരോന്നിന്റെയും ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അതിന്റെ ഓരോന്നിന്റെയും റെസ്പോൺസ് ആ പേഷ്യന്റ് നൽകുന്ന പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ പ്രോഗ്രസ് നോട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ടു ദ കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനസ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്. എന്താ പേഷ്യൻസിന്റെ രോഗാവസ്ഥയുടെ ആ ഒരു രോഗം വരാനുള്ള കാരണം, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ പ്രതികരണം, അതുപോലെ ഡിസ്ചാർജിന്റെ സമയത്തെ അവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അവസ്ഥ എങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്, അവർ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആണ് എന്ത് ആ പുരോഗതി കുറിപ്പ് അല്ലെങ്കിൽ ആ പ്രോഗ്രസ് നോട്ട് പൂർത്തിയാക്കേണ്ടതിനുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു പ്രോഗ്രസ് നോട്ടില് അഡ്മിഷൻ നോട്ട് ഉണ്ടായിരിക്കും, ഫോളോ അപ്പ് നോട്ട് ഉണ്ടായിരിക്കും, ഫൈനൽ നോട്ട് ഉണ്ടായിരിക്കും. അഡ്മിഷൻ നോട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും? പേഷ്യൻസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്തെ പൊതുവായിട്ടുള്ള കണ്ടീഷനും അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ ഇൻഫർമേഷൻസ് മുതലായവയാണ് അഡ്മിഷൻ നോട്ടിൽ ഉണ്ടാവുക. ഫോളോ അപ്പ് നോട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന മറ്റ്, അതായത് നമ്മുടെ പ്രൊസീജിയർ, എന്തൊക്കെ പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റ് കൊടുത്തോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇനി
അല്ല, ഫൈനൽ നോട്ട് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ കഴിഞ്ഞ് നമ്മൾ എന്താ ഫോളോ അപ്പ് കഴിഞ്ഞു, അടുത്തത് എന്താ ഡിസ്ചാർജ് അല്ലെ. അപ്പൊ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ആ ഒരു ലാസ്റ്റ് നമ്മുടെ ഫൈനൽ നോട്ടിൽ ഉൾപ്പെടുത്തുക. കണ്ടീഷൻ അവർക്ക് കൊടുക്കുന്ന അവരുടെ അതുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി കാര്യങ്ങളായിരിക്കും ഫൈനൽ നോട്ടിൽ ഉൾപ്പെടുത്തുക. അപ്പോ ഇതിന് എല്ലാതരം ഇതിന്റെ ഒരു ഹോസ്പിറ്റലിൽ വന്ന പേഷ്യന്റിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഓരോന്നിന്റെയും റെസ്പോൺസ്, ഓരോന്നിനോടും പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പ്രോഗ്രസ് നോട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആണോ പ്രോഗ്രസ് നോട്ട്? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ, പാത്തോളജി റിപ്പോർട്ട്. Pathology report microscopic and macroscopic description of tissue expelled, removed from patient during time of surgery or a specialized procedure that's biopsy to supply tissue for pathological analysis. ഇവിടെ ആ രോഗം എന്താണ്, അതിന്റെ രോഗത്തിന്റെ കാരണമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇതിൽ ഉൾപ്പെടാം. അപ്പൊ അവിടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വിവരണങ്ങൾ, അപ്പൊ അതിൻ്റെതായിട്ട് ഇപ്പോ ബയോപ്സി പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഇപ്പൊ ചില സർജറി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പേഷ്യൻസിന്റെ സർജറിയുടെ ഭാഗമായിട്ട് അല്ലെ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സർജറിയുടെ ഭാഗമായിട്ട് ഈ ബയോപ്സി പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അല്ല എങ്കിൽ എന്തെങ്കിലും സംശയം നിവാരണത്തിന് വേണ്ടി രോഗം ഇന്നതാണോ എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ അത് തന്നെയാണ് രോഗകാരണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ടിഷ്യൂസ് അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബയോപ്സി പോലുള്ള പ്രൊസീജിയേഴ്സ് വഴി ടിഷ്യൂ പുറത്തെടുത്ത് നമ്മൾ എന്താണ് മൈക്രോസ്കോപ്പ് ആയിട്ടുള്ള പരിശോധനകൾ കാര്യങ്ങൾ ബയോപ്സി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത് ഇന്ന രോഗമാണോ നമുക്കത് കൺഫേം ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കൺഫേം ചെയ്യാനായിട്ട്, ആ രോഗകാരണം കണ്ടെത്താനായിട്ട് ഇതുപോലെയുള്ള പാത്തോളജിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ബയോപ്സി പ്രൊസീജിയേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഒരു പേഷ്യന്റിന് നടത്തിയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളായിരിക്കും ഈ പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തുക. മനസ്സിലായോ? ഈ പ്രൊസീജിയേഴ്സ് ഒന്നും ഒരു വ്യക്തിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു റിപ്പോർട്ട് അവിടെ ഉണ്ടാവില്ല, അത്ര മാത്രമേ ഉള്ളൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു പാത്തോളജി റിപ്പോർട്ടിന്റെ കീഴിലായിരിക്കും വെക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് റേഡിയോളജി റിപ്പോർട്ട്. റേഡിയോളജി റിപ്പോർട്ട് നമുക്കറിയാലോ, എക്സ്റേ, അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സെറോഗ്രഫി, അൾട്രാസോണോഗ്രഫി. അപ്പൊ ഇവിടെ എക്സ്റേ നമ്മൾ പ്രൊസീജിയേഴ്സ് ചിലപ്പോ പേഷ്യൻസിന് എടുക്കാറുണ്ട്. അപ്പൊ റേഡിയോ ആക്റ്റീവ് സ്കാനിങ് പോലെയുള്ള ഇപ്പൊ തൈറോയിഡ് സ്കാൻ ചെയ്യാറുണ്ട്, നമ്മള് CT സ്കാനുകൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തെർമോഗ്രഫി, തെർമൽ ക്യാമറാസും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസും ക്യാമറാസും ഒക്കെ ഇൻഫ്രാറെഡ് ക്യാമറാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള റേഡിയേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള മറ്റെന്തെങ്കിലും സ്കാനിങ് പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ എക്സ്റേസോ സ്കാനിങ് പ്രൊസീജിയേഴ്സോ ഇമേജസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ സെറോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്ക് തന്നെയാണ്. ഇവിടെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്നതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമ്മൾ സാധാരണ എക്സ്റേസ് ഒക്കെ ഇമേജുകൾ ഒരു എക്സ്റേ ഫിലിമിലല്ലേ എടുക്കുക, ഇവിടെ അതിന് പകരം പേപ്പറിലാണ് എടുക്കുന്നത്. അത്തരത്തിലുള്ളതാണ് സെറോഗ്രഫി എന്ന് പറയുന്നത്. ഈ അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ പോലെയുള്ള പ്രൊസീജിയേഴ്സ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും റേഡിയോളജിയുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന് എക്സ്റേയോ സ്കാനിങ്ങുകളോ മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടാണ് റേഡിയോളജി റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തുക. അപ്പൊ അത് ആ പേഷ്യന്റിന് ഏത് ടൈപ്പ് ഓഫ് സ്കാനിങ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഏത് ടൈപ്പാണ് ഏത് പ്രൊസീജിയർ ആണ് ചെയ്തിരിക്കുന്നത് അതിന്റെ റിപ്പോർട്ട് നമ്മൾ അതിന്റെ കൂടെ ഉൾപ്പെടുത്തും. ക്ലിയർ അല്ലേ? അടുത്തത് അപ്പോ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സെറോഗ്രഫി ഇതെല്ലാം ഏത് റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുന്നു? ഏത് ടൈപ്പ് ഓഫ് റിപ്പോർട്ടുകളിലാണ് നമ്മൾ ഉൾപ്പെടുത്തി വെക്കുക അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് റേഡിയോളജി റിപ്പോർട്ടുകളിലാണ് വരുന്നത്. അപ്പൊ പേര് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? റേഡിയോളജി നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആയിരിക്കും ചോദിക്കുക, അല്ലാതെ അത് എന്താണ് അല്ലെങ്കിൽ ഇതെന്താണ് എന്നല്ല ചോദിക്കുക. കൂടുതലും ഇത് ഏതിൽ ഉൾപ്പെടുന്നു എന്ന രീതിയിലാണ് ചോദ്യം വരുന്നത് കേട്ടോ. അടുത്തത് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യൻസ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. These opinions depend upon the review of the patient medical record and examination of attending physician with the patient and a conferencing with the attending physician. അപ്പൊ ഇവിടെ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ അല്ല തരുന്നത്. മനസ്സിലാകുന്നോ? ഇറ്റ് ഇൻക്ലൂഡ് ആൻ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യന്റ് കണ്ടീഷൻ ബൈ ഒരു സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള
ഡോക്ടർ നമുക്ക് തരുന്ന ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു അഭിപ്രായം തരുന്നതിനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദിസ് കീ ഒപ്പീനിയൻ, അതായത് ഈ ഒരു കൺസൾട്ടേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ തരണമെങ്കിൽ അത് എന്തിനൊക്കെ ആശ്രയിച്ച് ആ വ്യക്തി തരുന്നത്? ആ ഡോക്ടർ എന്തിനൊക്കെ? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കും, ഇല്ലേ? അത് നോക്കും, അത് അവലോകനം ചെയ്യും. അതുപോലെ തന്നെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ എന്തൊക്കെ പരിശോധനകൾ അവർക്ക് നടത്തിയിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കും. അതുപോലെ തന്നെ പേഷ്യന്റുമായിട്ടും അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യനുമായിട്ടൊക്കെ ഒരു കോൺഫറൻസിങ് അല്ലെങ്കിൽ ഒരു സംസാരിച്ച് അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും മെഡിക്കൽ റെക്കോർഡുകളും അവർക്ക് നടത്തിയ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ചൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നതിനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കൺസൾട്ടേഷൻ റിപ്പോർട്ടില് ആ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ എന്താണോ അവർ അഭിപ്രായം പറയുന്നത് അത് നമ്മൾ വ്യക്തമായിട്ട് ഈ കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മനസ്സിലായി? ഈ പേഷ്യന്റിനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും നമ്മൾ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഭാഗമാക്കി വെക്കും. അപ്പൊ അതുപോലെ തന്നെ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ മനസ്സിലാക്കി ഒരു ഒപ്പീനിയൻ നൽകുന്നതാണ്. അപ്പൊ അത് ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഫിസിഷ്യൻ ആയിരിക്കും. അവരുടെ എക്സാമിനേഷൻസ് എന്തൊക്കെ നടത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തും. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കും. അതോടൊപ്പം പേഷ്യൻസുമായിട്ടും അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യനുമായിട്ടൊക്കെ ഒരു കോൺഫറൻസിങ് നടത്തി ഡിസ്കഷൻസ് നടത്തി അവരിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു ഒപ്പീനിയൻ പറയുക. ഓക്കെ ആണോ? ഇവിടെ കാര്യം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ എന്ന്? പ്രോഗ്രസ് നോട്ട് മുതൽ കൺസൾട്ടേഷൻ റിപ്പോർട്ട് വരെ കേട്ടോ. എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പേഷ്യൻസിന്റെ പുരോഗതി കുറിപ്പ് എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയാം. അതായത് പേഷ്യൻസിന്റെ രോഗാവസ്ഥയുടെ കാരണം എന്താണ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ പ്രതികരണം എന്താണ്, ഡിസ്ചാർജ് സമയത്തുള്ള ആ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവസ്ഥ എന്താണ്. അപ്പൊ ഇത്തരത്തില് ഒരു പേഷ്യന്റിന്റെ പ്രോഗ്രസ് നോട്ട് പൂർത്തിയാക്കേണ്ടത് അതിന് ഉത്തരവാദിത്തം അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആയിരിക്കും. അതില് ഈ ഒരു പ്രോഗ്രസ് നോട്ടില് പ്രധാനമായിട്ടും ഒരു അഡ്മിഷൻ നോട്ട് ഉണ്ടാവും, ഫോളോ അപ്പ് നോട്ട് ഉണ്ടാവും, ഫൈനൽ നോട്ട് ഉണ്ടാവും. അഡ്മിഷൻ നോട്ട് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തെ പേഷ്യന്റിന്റെ പൊതുവായ കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ ഹിസ്റ്ററി എങ്ങനെയാണ്, ഫിസിക്കൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അഡ്മിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഫോളോ അപ്പ് നോട്ട് ആകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റും അതിനോടുള്ള അവരുടെ പ്രതികരണവും. ഫൈനൽ നോട്ട് ആകുമ്പോൾ ഡിസ്ചാർജ് സമയത്തുള്ള അവരുടെ ഹിസ്റ്ററി അതായിരിക്കും അവിടെ ഉൾപ്പെടുത്തുക. ഈ പ്രോഗ്രസ് നോട്ടുകളിൽ എന്തൊക്കെ കൂടി ഉൾപ്പെടുന്നുണ്ട്, അവർക്ക് പേഷ്യന്റിന് ഈ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം വിശദമായിട്ട് കൊടുക്കും. അതിനോട് ഓരോന്നിനോടും പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തും. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലോ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് അനസ്തീഷ്യ റിപ്പോർട്ട്. അനസ്തീഷ്യ റിപ്പോർട്ട് എന്ന് പറയുന്ന അതിന്റെ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂഡ് മെഡിക്കേഷൻ ബിഫോർ ഓപ്പറേഷൻ അല്ലെ. ഓപ്പറേഷന് മുൻപായിട്ട് സർജറിക്ക് മുൻപായിട്ട് നമ്മൾ മെഡിസിൻസ് മെഡിക്കേഷൻസ് അനസ്തീഷ്യ രീതിയിൽ കൊടുക്കുക, അനസ്തീഷ്യക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പൊ അതില് എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തീഷ്യ ഗിവൺ, എത്ര എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷനിലാണ് അനസ്തീഷ്യ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഏത് സമയത്ത് കൊടുത്തു, അതിന്റെ ഫലം എന്താണ്. അതുപോലെ തന്നെ ഓൾസോ ഇൻക്ലൂഡ് അനസ്തെറ്റിക് ഏജ്, ഏത് മരുന്നാണെന്നുള്ളത് വിശദീകരിച്ച് എഴുതണം, എത്ര എമൗണ്ട് കൊടുത്തു എന്നുള്ളത് എഴുതണം, ഏത് ടെക്നിക്കിലൂടെ കൊടുത്തു അല്ലെ. ഇപ്പൊ നമുക്ക് ഇഞ്ചക്ഷനിലൂടെയാണ് കൊടുത്തേ അല്ലെങ്കിൽ മാസ്ക് വഴിയാണ് കൊടുത്തേ, അങ്ങനെ ഏത് ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ് നമ്മൾ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്തത്.
are used to execute it and the effect and duration of the anesthetic. നമുക്കറിയാം ഇത്ര മണിക്കൂറായിരിക്കും ഓരോ അനസ്തേഷ്യക്കും ഇത്ര ടൈം പീരീഡ് ഉണ്ട് അല്ലെ, അത് എഫക്റ്റീവ് ആവാനും അതിന്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ അല്ലെ, ആ ഒരു ഡ്യൂറേഷൻ എത്രയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുൻപായിട്ട് അവരുടെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ മുതലായവ പരിശോധിച്ചിട്ടുണ്ടാവും. അതിന്റെയും കൂടി റിപ്പോർട്ട് ഇതിന്റെ കൂടെ വെക്കും. മനസ്സിലായോ? അനസ്തേഷ്യ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അനസ്തേഷ്യ മെഡിസിൻസ് ഓപ്പറേഷന് മുൻപായിട്ട് കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് മെഡിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്റെ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ എത്രയാണ്, ഏത് സമയത്ത് കൊടുത്തു, അതിന്റെ ഫലം എന്താണ്, എത്ര എമൗണ്ടിൽ കൊടുത്തു, ഏത് ടെക്നിക്ക് ഉപയോഗിച്ച് കൊടുത്തു, അതുപോലെ തന്നെ അതിന്റെ എഫക്ട് എങ്ങനെയാണ്, അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ എത്ര സമയമായിരിക്കും, അതുപോലെ ആ ഒരു കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ മുതലായവ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളും കൂടി ഈ ഒരു അനസ്തേഷ്യ റിപ്പോർട്ടിന് കൂടെ രേഖപ്പെടുത്തും. ക്ലിയർ ആണോ അനസ്തേഷ്യ റിപ്പോർട്ട്? മനസ്സിലായോ? ഓക്കെ. Then അടുത്തത് ഓപ്പറേഷൻ റിപ്പോർട്ട്. ഓപ്പറേഷൻ റിപ്പോർട്ട് എന്തായിരിക്കും? സർജറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ഇൻക്ലൂഡ് കൺസെന്റ് ഫോർ സർജറി, ശസ്ത്രക്രിയക്കുള്ള സമ്മതപത്രം, അത് ഇതിന്റെ കൂടെയാണ് അല്ലെ. പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ, പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ടുകൾ. അനസ്തേഷ്യക്ക് മുൻപ് പ്രീ അനസ്തേഷ്യ സമയത്ത് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തോ പോസ്റ്റ് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടോ ആ പേഷ്യൻസിന് എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇനി പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റിപ്പോർട്ടഡ് ബിഫോർ സർജറി. അതുപോലെ തന്നെ സർജറിക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ കുറെ അധികം പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ചെയ്യില്ലേ? ഒരു ശസ്ത്രക്രിയക്ക് മുൻപ് ആ പേഷ്യന്റിന്റെ അത്യാവശ്യമുള്ള ഹാർട്ട് ഫങ്ഷൻസും മറ്റു വൈറ്റൽ ഫങ്ഷൻസും ഒക്കെ പരിശോധിക്കില്ലേ? എന്നിട്ട് ഓക്കെ ആണെന്ന് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ഒക്കെ സർട്ടിഫൈ ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ഈ ഒരു സർജറിക്ക് മുതിരുക. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഇതിന്റെ കൂടെ വെക്കും. അതുപോലെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിറ്റക്ഷൻ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ. ഇപ്പൊ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം, അബ്നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് എന്തും ആവാം. ഓർഗൻസ് എക്സ്പോർട്ട്, എന്തൊക്കെ ഓർഗൻസ് ആണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഇപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ടാണോ, ലെൻസുമായി ബന്ധപ്പെട്ടാണോ, അങ്ങനെ ഏത് ഓർഗൻ ആണോ അതിൽ എക്സ്പ്ലോർഡ് ആയിട്ടുള്ളത്. അതുപോലെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഓർഗൻസ് വേണ്ടി വന്നാൽ എക്സ്പ്ലോർഡ് ആവുന്ന, അപ്പൊ അത് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചെയ്തു. സുച്ചേഴ്സ് എന്ന് പറയുന്നത് തുന്നലുകള് അല്ലെ, സ്റ്റിച്ച്, എത്രത്തോളം സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രീംസ്, അതുപോലെ സ്പോഞ്ചസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രീംസ് എന്ന് പറഞ്ഞാൽ വലിച്ചു കളയും ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രീംസുകള്, സ്പോഞ്ചസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ അവിടെ ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി നടത്തിയ നെയിം ഓഫ് സർജൻസ്, അവരുടെ പേരും അവരുടെ അസിസ്റ്റൻസിന്റെ പേരുകളും കൂടി നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള സമ്മതപത്രം, അതുപോലെ പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ, പോസ്റ്റ് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ റിപ്പോർട്ടുകൾ, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് മുൻപ് അവർക്ക് എന്തെങ്കിലും പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് മുൻപ് ആ ഒരു ഓപ്പറേഷൻ സർജറിക്ക് മുൻപ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ടെസ്റ്റുകളും നടത്തി അവർ ഓക്കെ ആണെന്നുള്ളത്, നമുക്ക് സ്റ്റേബിൾ ആണ്, ഓക്കെ ആണ് സർജറി ചെയ്യാനായിട്ട് എന്നുള്ളത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഇപ്പൊ നോർമൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തലുകൾ, ഇപ്പൊ സർജറി ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം ചില സർജറി ശസ്ത്രക്രിയകൾ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും ഡോക്ടേഴ്സ് പറയാം നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കേസ് അല്ലേ. ചിലപ്പോ ഇപ്പോ എന്താണ് യൂട്രസുമായി ബന്ധപ്പെട്ടാണ് ഒരു സർജറി ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോ ഒരു എന്തെങ്കിലും ഒരു കുഴം നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ അത് ശസ്ത്രക്രിയ ചെയ്യാൻ സമയത്തായിരിക്കും അതല്ല അതിൽ കൂടുതലുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വലിപ്പത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോർമൽ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടെത്തിയേക്കാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വിശദമായിട്ട് പറയണം. ഫുൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ ഓർഗൻസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എന്തൊക്കെ തുന്നലുകൾ അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഡ്രെയിൻസ് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, സ്പോഞ്ചസ് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ പ്രൊസീജിയർ നടത്തിയ സർജൻസിന്റെയും അസിസ്റ്റന്റുകളുടെയും പേരുകളും കൂടി രേഖപ്പെടുത്തും. ക്ലിയർ ആണോ ഓപ്പറേഷൻ റിപ്പോർട്ട്? സർജറിക്ക് എല്ലാത്തിനും ഉണ്ട്. മിക്ക സർജറികൾക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സർജറികൾ കൂടുതലും എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ
അത് നോർമൽ ആണെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇനി അബ്നോർമാലിറ്റി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് പറയട്ടെ, റിക്കവറി റൂം റെക്കോർഡ്. റിക്കവറി റൂം എന്താണ് ഒരു റിക്കവറി റൂം? റിക്കവറി റൂം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പേഷ്യൻസിനെ നമ്മൾ കരുതുന്നതാ റിക്കവറി റൂം? സർജറി ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള റൂമിലേക്കോ വാർഡിലേക്കോ മാറ്റുന്നതിന് മുൻപായിട്ട് അവരെ സർജറിക്ക് ശേഷം താമസിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ്സ് ദ ഓപ്പറേറ്റിംഗ് റൂം ടിൽ ഹി റീച്ചസ് ദ നഴ്സിംഗ് റൂം. അപ്പൊ ഇവിടെ ഇതൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന, അല്ലെ? ഒരു റിക്കവറി റൂം എന്ന് പറയുമ്പോൾ പേഷ്യന്റ് സർജറി റൂമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ നടത്തിയ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു, പക്ഷെ അവർ ആ നഴ്സിംഗ് റൂമിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല, അല്ലെ? സർജറി ഓപ്പറേഷൻ കഴിഞ്ഞ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു, പക്ഷെ നഴ്സിംഗ് റൂമിലേക്ക് എത്തിയിട്ടുമില്ല, അല്ലെ? അതിനിടയിലുള്ള സ്ഥലത്താണ് ഇപ്പൊ അവരുള്ളത്, ശരിയല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ ഈ റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ടുള്ള റെക്കോർഡ് എവിടെ മുതൽ എവിടെ വരെയാണ്. ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ റൂമിൽ നിന്ന്, ഓപ്പറേറ്റ് ചെയ്യുന്ന റൂമിൽ നിന്ന്, ഓപ്പറേഷൻ കഴിഞ്ഞ റൂമിൽ നിന്ന് പേഷ്യന്റ് ലീവ് ചെയ്യുന്നത് മുതൽ എവിടെ എത്തുന്നതിന് മുൻപ് വരെ, നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെ. നഴ്സിംഗ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അത് അടുത്ത നോട്ടായി, മനസ്സിലായോ? അടുത്ത റെക്കോർഡായി. അപ്പൊ ഇവിടെ ആ നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു സമയത്തെ പൂർണ്ണമായിട്ടുള്ള റെക്കോർഡാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ക്ലിയർ ആണോ? റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുമ്പോൾ രോഗി ഓപ്പറേഷൻ മുറിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയം മുതൽ നഴ്സിംഗ് റൂമിൽ എത്തുന്നത് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള റെക്കോർഡാണ് റിക്കവറി റൂം റെക്കോർഡ്. ക്ലിയർ അല്ലേ? അടുത്തത് നഴ്സിംഗ് നോട്ട്. ഇനി എന്താ? ഇറ്റ് ഇൻക്ലൂഡ് ദ നഴ്സസ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്, care and treatment given to the patient and the patient response to the treatment. ഇനി ഇത് നഴ്സിംഗ് നോട്ടാണ്. ഇത് നഴ്സല്ലേ തയ്യാറാക്കാം, അല്ലെ? നഴ്സിംഗ് നോട്ട്. അവൻ എന്ത് ചെയ്യുന്നു? നഴ്സ് പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കെയർ കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ കെയർ കൊടുത്തു, അവരെ ഒബ്സർവ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പേഷ്യൻസ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനോടുള്ള പേഷ്യൻസിന്റെ റെസ്പോൺസ്, പ്രതികരണം എന്താണ്, അതുപോലെ തന്നെ പേഷ്യന്റ് റിക്വയർമെന്റ്സ്, പ്രോബ്ലം, കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ ഇൻ റെസ്പെക്ട് ടു ദ പേഷ്യന്റ് ബിഹേവിയർ. അതുപോലെ തന്നെ രോഗിയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യകത എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിവുകള്, അവരുടെ പരിമിതികള് മുതലായ കാര്യങ്ങളൊക്കെ ഇതിന് വ്യക്തമായിട്ട് നറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് നഴ്സിംഗ് മെഷേഴ്സ് വിച്ച് ഹാസ് ടു ബി ടേക്കൺ ടു ഫെസിലിറ്റേറ്റ് ദ മെഡിക്കൽ കെയർ പ്രൊവൈഡഡ്. എന്താ ഈ ഒരു ഡോക്യുമെന്റിൽ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അതായത് എന്തൊക്കെ നഴ്സിംഗ് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന വൈദ്യപരിചരണം വളരെ സുഗമമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നഴ്സിംഗ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇതില് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നഴ്സിംഗ് നോട്ട്സ് നഴ്സസ് ആ ഒരു പേഷ്യന്റ് ആ ഒരു നഴ്സിംഗ് റൂമിലേക്ക് വരുന്നത് മുതൽ നഴ്സസ് അവർക്ക് ആവശ്യമായ കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നുണ്ട്, അവരെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നഴ്സ് തയ്യാറാക്കുന്നതാണ് പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്, അവരുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവരുടെ കഴിവുകളും പരിമിതികളും എന്തൊക്കെയാണ്. ചിലപ്പോ എല്ലാവർക്കും ചിലപ്പോ ഒരുപോലെയുള്ള ആളുകളാവണമെന്നില്ല, അല്ലെ? പല പല ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുക. അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് നഴ്സസിനാണ് കൂടുതൽ അറിയാൻ പറ്റുക. അവരാണ് കൂടുതൽ ഇവരുടെ കൂടെ കെയർ കൊടുക്കുന്നതും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും ഒബ്സർവ് ചെയ്യുന്ന ആളുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ നഴ്സിംഗ് നോട്ട് എന്ന് പറയുന്നത് അതെല്ലാം വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു നോട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിലെ എന്തൊക്കെ നഴ്സിംഗ് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു വൈദ്യസഹായം, അവർക്ക് നൽകുന്ന വൈദ്യസഹായം സുഗമമാക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നഴ്സിംഗ് നടപടികളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടാവും. ക്ലിയർ ആണോ? നഴ്സിംഗ് നോട്ട് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് TPR ചാർട്ട്. TPR ചാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ആ TPR അതിനെ ചോദിക്കാറുണ്ട് കേട്ടോ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. അതിൽ T ടെമ്പറേച്ചറിനെയും P പൾസ്, R റെസ്പിറേഷൻ, ഇതിനെ മൂന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാവുന്നത് T എന്തിനെ സൂചിപ്പിക്കുന്നു, P എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ R എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. TPR ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അത് അങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അതോടൊപ്പം തന്നെ ഒരു ബ്ലഡ് പ്രഷർ കൂടി മെഷർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു ലിസ്റ്റ് ഇൻ ദിസ് ഫോം, ഒരു ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ബോക്സ് ഒക്കെ ആക്കിയിട്ട് ചെറിയ ചെറിയ കോളമായിട്ട് ബോക്സ് ആക്കിയിട്ട് ഇവര് വ്യക്തമായിട്ടത് ഇടയ്ക്കിടയ്ക്ക് ഇത് പരിശോധിക്കും. അത് വ്യക്തമായിട്ട് പരിശോധിച്ച് അത് രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ TPR ചാർട്ട് ഒക്കെ ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ജിജിക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവര് TPR ചാർട്ട്, TPR ഒക്കെ ചെയ്യാറില്ലേ? ഉണ്ടോ? റിപ്ലൈ ഇല്ലാതെ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? TPR ചാർട്ട് ചെയ്യാറില്ലേ പേഷ്യൻസ് വരുമ്പോ? ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അതോടൊപ്പം തന്നെ അവരുടെ ബ്ലഡ് പ്രഷറും കൂടി നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ബോക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തി വെക്കാനായിട്ടുള്ള ഒരു ചാർട്ട് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അത്തരത്തില് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെഷർ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ഈ ഒരു ഫോമിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് TPR ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ TPR എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നോക്കി വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട്, മറന്നു പോകരുത് കേട്ടോ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ അത് ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോയേക്കാം. അടുത്തത് മെഡിക്കേഷൻ ഷീറ്റ്. എന്തായിരിക്കും മെഡിക്കേഷൻ ഷീറ്റ്? അപ്പോ എന്തായിരിക്കും മെഡിക്കേഷൻ ഷീറ്റ്? അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ? Okay, it provides documentation of the medicines given orally, typically എന്നാണ് കേട്ടോ അവിടെ, by inhalation and infusion. അപ്പൊ നമുക്ക് ഏത് മെഡിസിൻസ് ഒക്കെയാണ് പേഷ്യൻസിന് കൊടുക്കുന്നത് അതിനെ കുറിച്ചുള്ള ഡോക്യുമെന്റേഷൻ ആണ്. അതായത് ഏതൊക്കെ മെഡിസിൻസ് കൊടുത്തു, അത് ഏത് രൂപേണ നമുക്ക് ഓറലി കഴിക്കാം, ഇൻഹലേഷൻ വഴി ഇല്ലേ? ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവരൊക്കെ ഇൻഹലേഷൻ വഴിയല്ലേ അവര് മരുന്നെടുക്കുന്നത്? ഇൻഹലേഷൻ വഴിയല്ലേ എടുക്കാറ്? അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ വഴി എടുക്കാം, ഇൻജക്ഷൻസിലൂടെ നമുക്ക് മരുന്നുകൾ കൊടുക്കാം അല്ലെ? അപ്പൊ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്? അപ്പൊ മെഡിസിൻസ് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്ന രീതി ഏത് രീതിയാണ്? ഓറലി ആണോ, ഇൻഹലേഷൻ വഴിയാണോ, ഇൻഫ്യൂഷൻ വഴിയാണോ, ഏത് മെഡിസിൻ ആണ് കൊടുത്തത്? The date, time, name of drug and route by which it was given are documented after drug has administered. എന്താ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻജക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇൻജക്ഷനിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഹലേഷൻ മനസ്സിലായില്ലേ? നമ്മൾ ഇൻഹേലേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാറില്ലേ? അപ്പൊ അത് തന്നെ. അപ്പൊ നമ്മുടെ ശ്വസനത്തിലൂടെ നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഏത് രൂപേണയാണ്? അപ്പൊ ഈ മെഡിസിൻസ് നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് ആണോ പേഷ്യൻസിന് കൊടുക്കുന്നത് അത് ഏത് ദിവസം, ആ ഡേറ്റ്, അതുപോലെ തന്നെ ഏത് സമയത്ത് കൊടുത്തു, ടൈമർ, അതുപോലെ ഏത് മരുന്നാണ് അവർക്ക് നൽകിയത്, അതുപോലെ തന്നെ എത്ര ഡോസിൽ കൊടുത്തു, അതുപോലെ ഏത് രീതിയിലൂടെ കൊടുത്തു, ഇഞ്ചക്ഷൻ വഴിയാണോ, ഇൻഹലേഷൻ വഴിയാണോ, അല്ലെങ്കിൽ ഓറലി ആണോ, അതെല്ലാം വ്യക്തമായിട്ട് അവർക്ക് ആ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം, മരുന്ന് നൽകിയതിന് ശേഷം നമ്മൾ ആ ഒരു ഡേറ്റ്, അവർ ആ കൊടുത്ത സമയം, അതുപോലെ തന്നെ ആ മരുന്നിന്റെ പേര്, ഡോസ്, അതുപോലെ റൂട്ട്, ഏത് രീതിയിലൂടെ ഏത് വഴിയിലൂടെ നമ്മൾ അത് കൊടുത്തു എന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നതാണ് മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എല്ലാം നിങ്ങളൊന്ന് സിമ്പിൾ ആക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ് അതിന്റെ ആ ഉള്ളിൽ ഉൾപ്പെടുന്നത് എന്ന് സിമ്പിൾ ആക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് മുഴുവനൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, സിമ്പിൾ ആയിട്ട് ഓരോന്നും എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്നതാണ് ഇതിൽ വരുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് മിസലേനിയസ് റിപ്പോർട്ട്. മിസലേനിയസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിവിധ റിപ്പോർട്ടുകൾ, അതായത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്കും കാര്യങ്ങളിലേക്കും ഉൾപ്പെടാത്ത റിപ്പോർട്ടുകളാണത്. Okay, the specialized care unit of the hospital such as ICU, CCU, etc. are included in this form. ഇവിടെ ICU, intensive care unit, coronary care unitകള് മുതലായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകളിലെ അതുമായി ബന്ധപ്പെട്ടവയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മിസലേനിയസ് റിപ്പോർട്ടിൽ വെക്കുക. അതൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് വെക്കാറില്ല, അത് നമ്മുടെ മിസലേനിയസ് റിപ്പോർട്ട് പോലെയുള്ള റിപ്പോർട്ടിന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ വിവിധ റിപ്പോർട്ടുകൾ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരിക. അവിടെ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം ഈ ഒരു ഫോമിനുള്ളിലായിരിക്കും ഉൾപ്പെടുത്തി വെക്കുക. അടുത്തത് ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പി എന്തായിരിക്കും? പേഷ്യൻസിന് എന്തെങ്കിലും ഫിസിക്കൽ തെറാപ്പീസോ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് അല്ലെ? It gives a description of the assessment and treatment which include the use of exercise, heat, cold, water, electricity, ultrasound and physical means to bring back the patient to useful activity. So പേഷ്യൻസിനെ സാധാരണ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, യൂസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസോ ചിലപ്പോൾ എക്സസൈസുകളായിരിക്കാം ഉപയോഗിക്കുക, ചിലപ്പോൾ ഹീറ്റ് ഉപയോഗിച്ചായിരിക്കും, കോൾഡ് ഉപയോഗിച്ചായിരിക്കും, അല്ലെ ഫിസിയോതെറാപ്പികൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. ചിലപ്പോൾ വാട്ടർ ട്രീറ്റ്മെന്റ് ആയിരിക്കും, ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അൾട്രാസൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ ഏത് രീതിയിലുള്ള മെത്തേഡാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അവർക്ക് കൃത്യമായിട്ടുള്ള അസസ്മെന്റ് വിലയിരുത്തി അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആയിരിക്കും ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേ? പേഷ്യൻസിന് ഫിസിക്കൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഏത് മെത്തേഡ് ഉപയോഗിച്ചു, അതിന്റെ അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് അസസ്മെന്റ് ആണ് അവർക്ക് നടത്തിയത് മുതലായ കാര്യങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത്. സോഷ്യൽ സർവീസ് ഡേറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോഷ്യൽ സർവീസ് ഡേറ്റ ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് പ്രോബ്ലംസ് ഐഡന്റിഫൈഡ് ബൈ ദ പേഷ്യന്റ്, ഹിസ് ഫാമിലി ആൻഡ് ദ സോഷ്യൽ വർക്കർ. എന്തായിരിക്കും? അപ്പോൾ സോഷ്യൽ സർവീസ് ഡേറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോഷ്യൽ സർവീസ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അല്ലെ, വർക്കേഴ്സ് ഇല്ലേ? അവര് നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കാറില്ലേ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, ചോദിക്കാറുണ്ടോ? ഇവിടുത്തെ സർവീസുകളൊക്കെ ഓക്കെ ആണോ, ഇല്ലേ, ഭേദമുണ്ടോ, മാറ്റമുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? നമ്മളോട് സംസാരിക്കാറും നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് സോഷ്യൽ വർക്കേഴ്സ് കളക്ട് ചെയ്യുന്ന അവരുടെ ബാക്ക്ഗ്രൗണ്ട്, പേഷ്യൻസിന്റെ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫർമേഷൻ, സാമൂഹ്യപരമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അവരുടെ പ്രശ്നങ്ങള് മുതലായവയൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക. ഇതെന്തിനാന്ന് വേണ്ടി വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു സോഷ്യൽ സർവീസ് ഡേറ്റ ഒരു പേഷ്യന്റിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന അവന്റെ ഫീസോ കാര്യങ്ങളോ ചിലപ്പോ ഫുള്ളും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ഇല്ലേ. ഇപ്പൊ സർജറി ഒക്കെ പറഞ്ഞിട്ട് ചിലപ്പോ പേയ്മെന്റും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതിന് സഹായിക്കും. എന്ന് വെച്ചാൽ അവരുടെ പ്രോബ്ലംസ് എന്താണെന്നും അവരുടെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവരെ ഒരു സഹായം ലഭ്യമാക്കാൻ അനുയോജ്യരാണെന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഇല്ലേ. സഹായം വേണം അല്ലെങ്കിൽ ലഭ്യമാക്കാനായിട്ട് അവർക്ക് അനുയോജ്യമാണ്. പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് ഡൊണേഷൻസും ചാരിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ കൊടുക്കാറില്ലേ. അപ്പൊ ഇത്തരം ആളുകൾക്ക് അത് കിട്ടിയാൽ അത് അവർക്ക് പ്രയോജനമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ സർവീസിലുള്ള സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് നേരിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാല്ല, അവരെയും ഇവരെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കും, ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കണക്ഷൻ കൊടുക്കും. അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുമായിട്ട് ഇൻഫർമേഷൻസ് അറിയിക്കാം. അതുപോലെ അല്ലെങ്കിൽ നേരിട്ട് ഇവരുടെ മുഖേന തന്നെ അവരുമായിട്ട് ഒരു കണക്ഷൻ വെച്ചിട്ട് അത്തരത്തിൽ എന്തെങ്കിലും സംഭാവനകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെൽപ്പൊക്കെ ഇവർക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ കീഴിൽ അവർക്ക് അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ അത് അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മനസ്സിലാക്കി ഏറ്റവും യോഗ്യരായുള്ളവർക്കാണല്ലോ കൊടുക്കേണ്ടത് അല്ലെ. അല്ലാതെയുള്ളവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ ഫീസും കാര്യങ്ങളും ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അനുയോജ്യരായിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ ബേസിസിൽ നല്ലൊരു പ്രയോജനങ്ങൾ കിട്ടാറുണ്ട്. അടുത്തത് ലാസ്റ്റ് വൺ ആണ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുമ്പോൾ എന്താ? പേഷ്യന്റിന്റെ ഒരു ബ്രീഫ് റീക്യാപ്റ്റുലേഷൻ എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്ന സമയം മുതൽ പോകുന്ന സമയം വരെയുള്ള കാര്യങ്ങളെയൊക്കെ ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു പുനരാവിഷ്കരണമാണ്. ശരിയല്ലേ? അവർ വന്ന സമയം മുതൽ പോകുന്ന സമയം വരെയുള്ള അല്ലെ എല്ലാ കാര്യങ്ങളും വളരെ ബ്രീഫായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റീക്യാപ്റ്റുലേഷൻ അല്ലെങ്കിൽ ഒരു പുനരാവിഷ്കരണമാണ് discharge summary എന്ന് പറയുന്നത്. It involves the reason for hospitalization, significant findings from examination, procedures, therapies given and response, condition at the time of discharge, and instruction provided regarding medications, physical activities, diet and follow-up care. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരുടെ എന്തൊക്കെ മെഡിസിൻസ് അവർക്ക് കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു അല്ലെ, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതെ എല്ലാ കാര്യങ്ങളും അഡ്മിഷൻ മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ബ്രീഫായിട്ട് ഡിസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഹോസ്പിറ്റലൈസേഷനുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത്, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അവർക്ക് കണ്ടെത്തിയ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്,
എന്തൊക്കെ പരിശോധനകളിൽ നിന്നും അവർക്ക് എന്തൊക്കെ കണ്ടെത്തലുകൾ നമുക്ക് നടത്താൻ പറ്റി, രോഗം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റി, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നമ്മൾ കൊടുത്തു, എന്തൊക്കെ തെറാപ്പികൾ കൊടുത്തു, അതിനോടുള്ള പേഷ്യന്റിന്റെ പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, അഡ്മിഷൻ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുമുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എന്താണ്, അവർക്ക് ഇനി ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കും, ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അങ്ങനെ ഫോളോ ചെയ്യണം, ഈ മെഡിസിൻസ് ഇത്ര എണ്ണം ഇത്ര രീതിയിൽ കഴിക്കണം അല്ലെ, ഒരുപാട് തരത്തിലുള്ള അതെ ഡയറ്റ് ഫോളോ ചെയ്യണം, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അവരുടെ മെഡിസിൻസുമായി ബന്ധപ്പെട്ടോ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസുകൾ ചെയ്യാൻ പറയാറുണ്ട് അല്ലെ, ഫിസിക്കൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടോ ഡയറ്റുമായി ബന്ധപ്പെട്ടോ അവർ പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻസും ഫോളോ അപ്പ് കെയറുകൾ എന്തായാലും എന്ത് വരണം, എന്നത്തേക്ക് എന്ത് വരെയാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഇനി ഫോളോ അപ്പ് കെയറിന് വരേണ്ട ഡേറ്റ്, അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ബ്രീഫായിട്ട് ഡിസ്ക്രിപ്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ ബ്രീഫായിട്ട് വിവരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡിസ്ചാർജ് സമ്മറി ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഇവിടെ വരെ ഒന്ന് വേഗം വായിച്ചു നോക്കി എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. ഇനി മെഡിക്കൽ റെക്കോർഡ് ഫോമുകളുടെ അസംബ്ലി അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെയായിരിക്കും അസംബ്ലി ചെയ്ത് വെക്കുക എന്നുള്ളത് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. നോക്കി ദ അറേഞ്ച്മെന്റ് ഓഫ് ഫോംസ് വിത്ത് ഫോൾഡർ ഈസ് ആസ് ഫോളോസ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഒരു ഫോൾഡറിൽ അറേഞ്ച്മെന്റ് അതിന്റെ ഫോമുകൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന്റെ ഒരു ഓർഡർ ആണ് നമ്മൾ പറയുന്നത്. നോക്കി, ഫസ്റ്റ് വൺ ഔട്ട് പേഷ്യന്റ്, സെക്കൻഡ് വൺ കറസ്പോണ്ടൻസ്, തേർഡ് വൺ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോർത്ത് വൺ ഇൻ പേഷ്യന്റ്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. നോക്കിയേ,
ഫസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം നമ്മളൊരു ഇൻപേഷ്യന്റ് ആയിട്ടാണോ നേരെ ചെല്ലുക? ആണോ? ഒരു ഇൻപേഷ്യന്റ് ആയിട്ട് നേരെ നമ്മൾ അഡ്മിഷൻ എടുത്ത് പോവാണോ? അല്ല, ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ടല്ലേ നമ്മൾ ചെല്ലുന്നത്, അല്ലെ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, അപ്പൊ മറന്നുപോകില്ല. ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് നമ്മൾ ചെല്ലുന്നു എന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കി. അപ്പൊ ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ ആദ്യം അതിൽ എഴുതുക, അല്ലെ? ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട അതിന്റെ ഫോമുകള്, മറ്റു ഫോളോ കാര്യങ്ങളും എല്ലാമായിരിക്കും ഒരു ക്രമമായ രീതിയിലായിരിക്കും അല്ലെ നമ്മൾ ആദ്യം രേഖപ്പെടുത്തി വെക്കാനുള്ള ആ ഫോമിൽ ആദ്യം അറ്റാച്ച് ചെയ്ത് വെക്കുക, അല്ലെ? അതിനുശേഷം നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് നമ്മൾ അവിടെ ചെന്നു, ഡോക്ടർ കൺസൾട്ട് ചെയ്തു, ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു, ഡോക്ടർ കൺസൾട്ട് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം വെച്ചോ. അതിനുശേഷം ചിലപ്പോ ഡോക്ടർ നമ്മളോട് പറയും വേറെ ഏതെങ്കിലും ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പറയാറില്ലേ? അപ്പൊ നമുക്കൊരു റെഫറൽ ലെറ്റർ തരാലോ. ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ഔട്ട് പേഷ്യന്റ് എന്നതിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം പറയുന്നതാണ്. അതുപോലെ ചിലപ്പോ അഡ്മിഷൻ എടുക്കാൻ പറയാറില്ലേ? ചിലരോട് അഡ്മിഷൻ എടുക്കാൻ പറയും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ റെഫറൽ ലെറ്റർ തരും. കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്ടർ അവിടെ തന്നെ കൺസൾട്ട് ചെയ്യണം, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ കൺസൾട്ടേഷൻ ഫോമുകൾ ഉണ്ടാവും, ഇല്ലേ? അതുപോലെ തന്നെ അപ്പോ നമ്മുടെ എന്തെങ്കിലും പരിശോധനകളോ കാര്യങ്ങളോ നടത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സമ്മതങ്ങൾ കൊടുക്കണം, വേണ്ടേ? ഇതൊക്കെ അഡ്മിറ്റ് ആവാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്നാണെങ്കിൽ അതിനു മുൻപ് നമ്മളോട് ഒരുപാട് പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ പ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പറയും, ഇല്ലേ? അപ്പൊ ഇത്തരത്തിൽ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബർത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡെത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, അതൊക്കെയാണ് കറസ്പോണ്ടൻസിൽ വരുന്നത്. അപ്പൊ ഔട്ട് പേഷ്യന്റിൽ എന്താണ് വരിക? എന്തായിരിക്കും? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ മറന്നുപോയില്ല നിങ്ങൾ. ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചെല്ലുന്നു, ഔട്ട് പേഷ്യന്റ് ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, നമ്മള് ഔട്ട് പേഷ്യന്റ് ഫോം ഡോക്ടർ കാണുന്നു, അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പും കാര്യങ്ങൾ ഒരു ക്രമമായ രീതിയിൽ ഈ ഫോമിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിന്റെ വഴിയെ ബാക്കിയുള്ളത് അറ്റാച്ച് ചെയ്താണ് വരിക. അടുത്തത് നമ്മുടെ റെഫറൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് കറസ്പോണ്ടൻസിന് വരുന്നത്. മനസ്സിലായോ? അത് പറയുന്നതിന് മുൻപ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വെറുതെ പഠിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ വരും? നമുക്ക് നടത്തിയിട്ടുള്ള പരിശോധനകൾ, അല്ലെ? ഒരു ഡോക്ടേഴ്സ് അവരെ ഇൻപേഷ്യന്റ് ആക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അഡ്മിറ്റ് ആവാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് വരാൻ പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഒരുപാട് പരിശോധനകൾ കഴിക്കാറുണ്ട്, ശരിയല്ലേ? ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളാവാം, യൂറിൻ ടെസ്റ്റുകളാവാം, അല്ലെങ്കിൽ സ്കാനിങ്ങോ എക്സ്റേയോ ഒക്കെ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ എഴുതി തരാറുണ്ട്, അല്ലെ? ആ രോഗം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ലബോറട്ടറിയിൽ നിന്ന് ചെയ്ത ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ആവാം. അതും അറേഞ്ച് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി. ലബോറട്ടറിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻവെസ്റ്റിഗേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ECG ആവാം, EEG ആവാം, എക്സ്റേ ആവാം, അങ്ങനെയുള്ളതെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത് മൂന്നും? അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഫോമുകൾ, മറ്റു ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ റെഫറൽ ലെറ്റർ വരും, അതില് അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റ് ഫോമുകൾ വരും, കൺസൾട്ടേഷൻ ആണ് പറയുന്നതെങ്കിൽ അതിന്റെ ഫോമുകൾ വരും, ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സമ്മതം വരും, കൺസേൺ വരും, അതുപോലെ തന്നെ പ്രീ ഓപ്പറേഷന് മുൻപുള്ള ചെക്ക് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വരും. ഓക്കെ അല്ലേ? ഇത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നടത്തിയിട്ടുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട മറ്റു ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻസോ കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരെ എന്തിലേക്ക് കിടക്കുന്നു? ഇപ്പൊ ആ പേഷ്യന്റ് വന്നു, പേഷ്യന്റിന് ടെസ്റ്റുകളോ കാര്യങ്ങളോ നോക്കിക്കഴിഞ്ഞപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടും, അല്ലെ? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മളോട് എന്ത് പറയും? അഡ്മിറ്റ് ആവാൻ പറയും, അല്ലെ?
അപ്പൊ നമ്മള് ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ നിന്ന് ഏത് പേഷ്യന്റിലേക്ക് മാറി? ആരിലേക്ക് മാറി? ഔട്ട് പേഷ്യന്റിൽ നിന്നും ഇൻപേഷ്യന്റ് ആയി അല്ലെ? അപ്പൊ നമ്മൾ എന്തിലേക്ക് വന്നു? ഇൻപേഷ്യന്റ് ആയി അല്ലെ? അപ്പൊ ഇൻപേഷ്യന്റ് ആവുമ്പോ എന്തായിരിക്കും? അഡ്മിഷൻ എടുക്കണം വേണ്ടേ? അപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ അഡ്മിഷൻ ഡിസ്ചാർജ് ഷീറ്റുകൾ ഉണ്ടാവും, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും, ഫിസിക്കൽ എക്സാമിനേഷൻസ്, പിന്നെ നമ്മളിപ്പോ പഠിച്ച എല്ലാ കാര്യങ്ങളും. മനസ്സിലായോ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മെഡിക്കൽ ഹിസ്റ്ററി പഠിച്ചു, ഫിസിക്കൽ എക്സാമിനേഷൻ പഠിച്ചു, പ്രോഗ്രസ് നോട്ട് പഠിച്ചു, ഫിസിഷ്യൻ ഓർഡർ പഠിച്ചു, അനസ്തീഷ്യ റിപ്പോർട്ട് പഠിച്ചു, ഓപ്പറേറ്റീവ് റിപ്പോർട്ടുകൾ പഠിച്ചു ഇല്ലേ? കുറെ പഠിച്ചില്ലേ? ഇത്ര നേരം നമ്മൾ അതല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? അതെല്ലാം ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലായിരുന്നല്ലോ. അപ്പൊ അതെല്ലാം ഇനി വരുന്നതിൽ ഉൾപ്പെടും. ഒരു ഇൻപേഷ്യന്റ് ആയ പിന്നെ ഇതെല്ലാം ഉൾപ്പെടുമല്ലോ. ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും വരും. മനസ്സിലായോ? ഇത് ഒരു ഐഡിയ കിട്ടിയോ? അങ്ങനെ വെച്ചിട്ട് പഠിക്കണോട്ടോ, അല്ലാതെ വെറുതെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വായിച്ചു വിടണ്ട. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ പിന്നെ മറന്നു പോവില്ല കേട്ടാ. അപ്പൊ നോക്കി, ഫസ്റ്റ് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണേ. ഫസ്റ്റ് അറേഞ്ച്മെന്റ് ഓഫ് ഫോംസ് ആ ഒരു ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഫോൾഡറിൽ. അതിനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ആയി വന്നു, കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോം ഉണ്ടാവും. ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് കാര്യങ്ങൾ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, ഒരു ക്രമമായ ഓർഡറിൽ തന്നെ അതർ ഫോംസ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ കൂടെ മറ്റെന്തെങ്കിലും ഫോംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ളവ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ആ ഒരു ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ വെക്കും. അതിനുശേഷം വെക്കേണ്ടതാണ് കറസ്പോണ്ടൻസുകൾ. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും കറസ്പോണ്ടൻസ് കത്തിടപാടുകൾ എന്നും പറയാറുണ്ട്. പക്ഷെ ഇവിടെ കത്തിടപാട് എന്ന് മാത്രം ആ ഒരു രീതിയിൽ നമുക്ക് മീനിങ്ങിൽ എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു മീനിങ്ങിൽ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ റെഫറൽ ലെറ്റർ ഫോമുകളൊക്കെ നമ്മുടെ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ടൂളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ റെഫറൽ ലെറ്റർ ഫോമുകൾ വരുന്നുണ്ട്, അതുപോലെ അഡ്മിഷൻ റിക്വസ്റ്റ് ഫോമുകൾ വരുന്നുണ്ട്, കൺസൾട്ടേഷൻ ഫോമുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കൺസെന്റ് ടു ആൻ ഇൻവെസ്റ്റിഗേഷൻ പരിശോധനകൾക്കുള്ള സമ്മതപത്രം വരുന്നുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷന് മുൻപ് ഇവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം. എന്താ സ്റ്റിൽ ബർത്തുകള്? സ്റ്റിൽ ബർത്ത് എന്താ? എന്താണ് സ്റ്റിൽ ബർത്ത്? ഇപ്പൊ സ്റ്റിൽ ബർത്ത് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് സ്റ്റിൽ ബർത്ത്? കേട്ടിട്ടില്ലേ? ഇവിടെ സ്റ്റിൽ ബർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ചാപിള്ള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മലയാളത്തിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ബർത്തുകളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഉത്സവവും കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നമ്മൾ അറിയിക്കണമല്ലോ. സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയൊക്കെ അറിയിക്കണമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ബർത്ത് നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇതിന് കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ടുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോമുകള്, ഇൻസിഡന്റ് റിപ്പോർട്ട്, ആ പേഷ്യന്റിന് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുള്ളിൽ വെച്ച് എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ മറ്റുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കുന്ന ഫോമുകള്, ലെറ്റേഴ്സ് മുതലായവയൊക്കെയാണ്. ഇത് റെഫർ ചെയ്യുന്നതാവാം, അഡ്മിഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആവാം, കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ളതാവാം, ഇൻവെസ്റ്റിഗേഷനുള്ള സമ്മതമാവാം, അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റുകളാവാം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ പോലെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളുകളെല്ലാം ഈ ഒരു കറസ്പോണ്ടൻസിലാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് അവർക്ക് നടത്തിയ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട പരിശോധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താ? കണ്ടെയ്ൻസ് ലബോറട്ടറി മൗണ്ട് ഷീറ്റ്സ് ഇൻ വിച്ച് all laboratory reports are arranged in a chronological order. ഒരു കൃത്യമായ ക്രമമായ ഓർഡറിലാണ് എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകളും അറേഞ്ച് ചെയ്യുന്നത്. എക്സ്റേ മൗണ്ട് ഷീറ്റ്സ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട് മൗണ്ടഡ് ഇൻ എ chronological order. അപ്പൊ ആദ്യം നമ്മൾ ഏതായിരിക്കണം ഓർഡർ ചെയ്യുന്നത്? ലാബിൽ നിന്നുള്ളതാണ് കേട്ടോ. ലബോറട്ടറി റിപ്പോർട്ടുകളാണ് നമ്മൾ ആദ്യം ഒരു കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഏതായിരിക്കും? എക്സ്റേ, നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്നിട്ടുള്ള എക്സ്റേ മുതലായിട്ടുള്ളവയായിരിക്കും അടുത്തതായിട്ട് നമ്മൾ ഒരു കൃത്യമായ ഓർഡറിൽ, ക്രമമായ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. Then ECG, EEG and ultrasound examination forms and any other diagnostic investigation report which are kept in the following order. താഴെ പറയുന്ന ഓർഡറിൽ കൃത്യമായിട്ട് ഓർഡർ ചെയ്യും. നോക്കിയേ, ലാബിലെ റിപ്പോർട്ടുകള്,
അതിനുശേഷം എക്സ്റേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, അതിനുശേഷം CG, അതിനുശേഷം EG. ഇത് പേഷ്യന്റിന് ചെയ്തിട്ടുള്ളവരാണ് കേട്ടോ ഓർഡറിൽ നടത്തുള്ളൂ. അല്ല ഇതെല്ലാം ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് വെക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ അൾട്രാസൗണ്ട് മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൃത്യമായ ക്രമമായ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ലാബ്, എക്സ്റേ, ECG, EEG, അൾട്രാസൗണ്ട് ആൻഡ് അതേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കിയേ. ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞു. ഇനി ആ പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കിയെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എന്തായി? അവർ ഇൻപേഷ്യന്റ് ആയി അല്ലെ? കണ്ടെയ്ൻസ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റ് ഉണ്ടാവും. നമ്മുടെ ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? അഡ്മിഷൻ ഡിസ്ചാർജ് ഷീറ്റുകൾ പഠിച്ചോ? മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു അല്ലെ? ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് പഠിച്ചു അല്ലെ? ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. നോക്കിയേ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റ്, ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ട്, ഫിസിഷ്യൻ ഓർഡർ, അനസ്തീഷ്യ റെക്കോർഡ്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, റിക്കവറി റെക്കോർഡുകള്, ലേബർ റെക്കോർഡ്. അതൊക്കെ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ ഇതിൽ ഏത് വേണം എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ പേഷ്യന്റിനും ഇതെല്ലാം ഉണ്ടാവണം എന്നൊന്നുമില്ല. ഒരു ഓപ്പറേഷൻ നടത്താത്ത പേഷ്യന്റിനും കൊണ്ടുപോയി ഓപ്പറേഷൻ റിപ്പോർട്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ? അനസ്തേഷ്യ കൊടുക്കാത്ത പേഷ്യന്റിന് അനസ്തേഷ്യ വെക്കേണ്ട കാര്യമില്ല. ലേബർ റെക്കോർഡുകള് ലേബർ ബന്ധപ്പെട്ട പേഷ്യൻസിന് മാത്രം മതി അല്ലെ? അപ്പൊ അത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കുന്ന പ്രൊസീജിയറും ട്രീറ്റ്മെന്റിനും അനുസരിച്ചും ഇതിൽ മാറ്റങ്ങൾ വരും. അതായത് അവർക്ക് അനുയോജ്യമായത് മാത്രമായിരിക്കും അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്തത് എന്തൊക്കെയാണ് നോക്കിയേ, ലിസ്റ്റ് പറഞ്ഞു പോവാം. ലേബർ റെക്കോർഡ്, അപ്പൊ നിങ്ങളോട് ചോദിക്കാറ് ഇതിൽ ഏതൊക്കെ അപ്പൊ നോക്കാം. ചോദിക്കുമ്പോ റെഫർ ലെറ്റർ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം ഒക്കെ ഉൾപ്പെടുന്നത് ഏതിലാണ് എന്ന് ചോദിക്കാം. ഏതിലാ വരുന്നേ? ഏതിലാ വരാ? കറസ്പോണ്ടൻസിലാണ് വരുന്നത്. അങ്ങനെ നേരെ തിരിച്ചാണ് ചോദിക്കാം. കറസ്പോണ്ടന്റ് ഉൾപ്പെടുന്നത് ഏതാ എന്ന് ചോദിക്കുന്നതിനും കൂടുതൽ നേരെ തിരിച്ചാണ് സാധാരണ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഇൻവെസ്റ്റിഗേഷനിലാണെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ലബോറട്ടറി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി മക്കളെ. അപ്പൊ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇപ്പൊ ചോദിച്ചാൽ കറസ്പോണ്ടന്റിൽ വരുമ്പോൾ ഇന്നതാണ് ഇത് നമുക്കൊരു ഓർമ്മയുണ്ടല്ലോ, അത് വെച്ച് എഴുതാൻ പറ്റും കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ പരിശോധനകളാണ്. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കുന്ന ടെസ്റ്റുകളും സ്കാനിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിലായിരിക്കും വരാം. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഫോമും അതുമായി ബന്ധപ്പെട്ട ഫോളോ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളും. അതേസമയം ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻപേഷ്യന്റ് ആയി അപ്പൊ അവർക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ? അപ്പോ ഏതൊക്കെയുണ്ട്? നമ്മളെവിടെ വരെ വായിച്ചിരുന്നു? ലേബർ റെക്കോർഡ്, ഡയബറ്റീസ് റെക്കോർഡ്, റെസിസ്റ്റേഷൻ റെക്കോർഡ്, ICU റെക്കോർഡ്, ICU എന്നാണ് കേട്ടോ അവിടെ, ICU റെക്കോർഡ്, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്, ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പുരോഗതി എത്രത്തോളം ഉണ്ട്, ഫിസിക്കൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ചൈൽഡിനനുസരിച്ച് കമ്പയർ ചെയ്ത് ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹെഡ് സൈസ് ഒക്കെ നോക്കിയിട്ട് അത് വളർച്ച എത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്, നഴ്സസ് നോട്ട്, ഒബ്സർവേഷൻ ചാർട്ടുകള്, മെഡിക്കേഷൻ ചാർട്ടുകള്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എന്ന് പറഞ്ഞ എന്തായിരിക്കും? ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് അല്ലെങ്കിൽ ഇൻടേക്ക് ഔട്ട്പുട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ചില പേഷ്യൻസിന് നമ്മൾ ഇതൊരു ടൂളായിട്ട്, അതായത് അവരുടെ യൂറിന്റെ നമ്മൾ ട്രാക്ക് ചെയ്യാനും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇവിടെ ഫ്ലൂയിഡ് ഇൻടേക്ക് അവർക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ ഒരു 24 മണിക്കൂറൊക്കെയാണ് സാധാരണ എടുക്കുക. 24 മണിക്കൂറിനുള്ളിൽ അവരുടെ ഫ്ലൂയിഡ് ഇൻടേക്ക് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഇപ്പൊ ഇൻപുട്ട് ഫ്ലൂയിഡ് ഇൻടേക്കും അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഒരു 24 hours പീരീഡിനുള്ളിൽ എത്രത്തോളം. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ചും യൂറിനുമായി ബന്ധപ്പെട്ട ഇതാണ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഇത് നോക്കാറുണ്ട്. അപ്പൊ അത് ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ആ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തും. പ്രധാനപ്പെട്ടവ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ആദ്യം. അതുപോലെ തന്നെ വൈറ്റൽ സയൻസ് റെക്കോർഡുകള്, ഡിസ്ചാർജ് സമ്മറി വിത്ത് ദ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദ ബോട്ടം ആൻഡ് ദ മോസ്റ്റ് റീസെന്റ് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദി ടോപ്പ്. ഇവിടെ ഒരു ഇൻപേഷ്യന്റിന്റെ റെക്കോർഡിലേക്ക് വരുമ്പോ അവർക്ക് ഏറ്റവും അതായത് മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദ ബോട്ടം ആൻഡ് ദ മോസ്റ്റ് റീസെന്റ് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദ ടോപ്പ്. അതായത് ഏറ്റവും പുതിയതായിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടോപ്പിലായിരിക്കും കാണുക. അതേസമയം അഡ്മിഷൻ പഴയതായിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ
താഴെയായിരിക്കും കാണുക എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് അന്നേരം ഫിസ് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. റിമോട്ട് അഡ്മിഷൻ ഫയൽ, അപ്പൊ ഇതിന്റെ പഴയതായിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് താഴെയും പുതിയ റീസെന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു ഫയലിന്റെ മുകളിലുമായിട്ടായിരിക്കും നമുക്ക് നോക്കിയാൽ കിട്ടുക. മനസ്സിലായോ? ഇത് ഒരു ഇൻപേഷ്യന്റ് വരെയുള്ള ഇൻപേഷ്യന്റ് ആയിരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ തന്നെ പറയുന്നത്. നോട്ട് അനൗൺസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യാതെ വെറുതെ നമ്മൾ ഒരുപാട് പറഞ്ഞു പോകണ്ടല്ലോ. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെ വായിച്ചിട്ട് വരാം കേട്ടോ. ഫൈലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.